ഹലോ കൂട്ടുകാരെ, നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന എന്തിനും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ച് അതിൽ നിന്ന് കിട്ടിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെടികളുമായിട്ട് സല്ലപിച്ച് സുന്ദരമായ തണുത്ത പ്രഭാതം അങ്ങനെ ആസ്വദിച്ച് വല്ലാത്തൊരനുഭൂതിയിൽ നിങ്ങളുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചെടി എല്ലാം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഫിംഗർ പാമാണ് കേട്ടോ. അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളൂ. തണുത്ത സമയങ്ങളിലൊക്കെ അത് നന്നായിട്ട് പൂക്കളുണ്ടാവും, നല്ല വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഇത് പല ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, ഇത് വാർക്കപ്പുറത്ത് വച്ചിരുന്ന സാധനം വലിച്ചെറിഞ്ഞ് അത് തന്നെ മുളച്ചപ്പോൾ അതിനൊരു ഭംഗി തോന്നിയതാട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ബാമ്പുവിൻ്റെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ. എല്ലാം നമ്മൾ മനോഹരമായിട്ട് അടുക്കിയാൽ അതിന് ഒരു മനോഹാരിത വേറെ തന്നെയാണ്. ഇത് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും അത്ര ക്ലിയർ അല്ല. ഇത് കുറച്ച് പുതിയ ചട്ടിയിൽ പുതിയ ചെടികൾ പാകി നിർത്തിയേക്കണെയാണ് കേട്ടോ. ഇനി അതൊക്കെ വലുതാകുമ്പോൾ വീണ്ടും എടുത്ത് വെയിലത്ത് വയ്ക്കും. അതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പായൽ ചെടിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര രസമാണ്. റൗണ്ടിലുള്ള ഇലയാണ്, പൂവൊന്നുമില്ല. ഇത് ഒരു തരം മുല്ലയാണ് കേട്ടോ. അത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് കണ്ണാടി ചെടി എന്ന് അറിയപ്പെടുന്ന പഴയ കാലത്തുള്ളൊരു ചെടി. അതിൻ്റെ പല കളറും ഇവിടെ ഉണ്ട് കേട്ടോ. അതെല്ലാം പുറകുവശത്തും പല സൈഡുകളിലായിട്ടാണ് വച്ചേക്കണേ. അപ്പോൾ വെറുതെ ഒന്ന് ആസ്വദിക്കാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ആസ്വദിക്കുമ്പോൾ, സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി നമുക്ക് കിട്ടും. അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് സന്തോഷം നിറഞ്ഞതായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഇന്നലകളിൽ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. ചീത്ത കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനിയൊരു പുതിയ പ്രഭാതം, പുതിയൊരു ദിവസം നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അതായിരിക്കട്ടെ നമ്മളുടെ മുദ്രാവാക്യം. എപ്പോഴും കഷ്ടപ്പാടിന് മാത്രമാണ് ഫലമുണ്ടാവുകയുള്ളൂ. കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വെറുതെ ഇരിക്കുന്ന വ്യക്തികളെക്കാളും ഒരുപാട് നേടാൻ പറ്റും. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും.